ഇന്നത്തേത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. 1 kg ആണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 4 മുട്ട ഉപയോഗിച്ച് ഒരു റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനെ 4 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞു മോളുടെ സ്കൂളിലെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ 3 ലെയർ വെച്ചാണ് കേട്ടോ കേക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ലെയർ ഇതിൻ്റെ ക്രംസ് കൊടുക്കാനായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു കേക്ക് തന്നെ കേട്ടോ അവർ റെഫറൻസ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേക്ക് തന്നെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേക്കിന് പിന്നിലൊരു കഥയുണ്ട്. ആദ്യം ഈ കേക്ക് ക്യാൻസലായി പോയതായിരുന്നു. പിന്നെ രണ്ടാമത് വിളിച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ 2:30 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു വൈകിട്ട് ഒരു 5:30 മണിയാകുമ്പോൾ ഒരു 3 മണിക്കൂറിനുള്ളിൽ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് തരാം, ഹേർട്ടിലെ കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കേക്ക് സെറ്റ് ചെയ്ത് തരാം, പക്ഷേ ഇന്ന് കട്ട് ചെയ്യാനാണെങ്കിൽ ആ കേക്ക് അത്ര സെറ്റ് ആവില്ല, ഒരു 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ കേക്ക് നന്നായിട്ട് സെറ്റ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഓക്കെ എങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞത് പിറ്റേന്ന് രാവിലെ മോക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണ്, രാവിലത്തേക്ക് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ 1 കിലോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റൻ്റായിട്ട് കേക്ക് വാങ്ങിക്കുന്നവരോടെല്ലാം ഞാൻ പറയാറുണ്ട് കേക്ക് നന്നായിട്ട് തണുത്തെങ്കിൽ മാത്രമേ സെറ്റ് ആവുകയുള്ളൂ, എങ്കിലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് അവരുടെ കേക്ക് അത്ര കൊള്ളില്ല എന്ന് അവർ വിചാരിക്കില്ലേ. അങ്ങനെ ഞാൻ കേക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം 4ാമത്തെ ലെയർ വെച്ചത് എടുത്ത് ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കി മിക്സിയിൽ പൊടിച്ച് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചത് ഇതുപോലെ ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഫ്ലവർ കൂടെയൊക്കെ വെച്ച് നമ്മുടെ ഡെക്കറേഷൻ വെച്ച് കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്നായിരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റാ.